ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ജെനി വിൽസൺ, CSI സെന്റ് ആൻഡ്രൂസ് ഒലവക്കോട് ചർച്ചിലെ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 115-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം സങ്കീർത്തനം 69, 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കാത്തവരായി ആരുമില്ല. എങ്കിലും ചിലരുടെ കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവങ്ങളും ആഴമേറിയതും ദീർഘവുമാണ്. ജീവിതത്തിൽ സാധാരണമായി കഷ്ടം അനുഭവിച്ച ദാവീദ് തന്റെ സങ്കടത്തിന്റെ ആഴം വിവരിക്കുന്ന ഒരു വിലാപ സങ്കീർത്തനമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമായ 69-ാം സങ്കീർത്തനം. അനേകം ദൈവഭക്തന്മാർ വലിയ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. കർത്താവായ യേശുക്രിസ്തു കഷ്ടങ്ങളാൽ തികഞ്ഞവനായ വ്യക്തിയാണ് എന്ന് എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്. ഈ സങ്കീർത്തനം ദാവീദിന്റെ കഷ്ടത്തെ ആലങ്കാരികമായി വിവരിക്കുന്നുണ്ടെങ്കിലും സങ്കീർത്തനത്തിൽ വിവരിക്കുന്ന കഷ്ടതകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. പ്രസ്തുത സങ്കീർത്തനം നിറവേറുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. ദാവീദ് താൻ ദൈവത്തെ പ്രതി അനുഭവിക്കുന്ന കഷ്ടത, അപമാനം, തിരസ്കരണം എന്നിവയിൽ നിന്നെല്ലാം ദൈവം തന്നെ വിടുവിക്കണമെന്നും തന്റെ ശത്രുക്കളുടെ ദുഷ്ടതയ്ക്ക് ദൈവം പകരം ചോദിക്കണമെന്നും അത് വീണ്ടെടുപ്പിനും സ്തുതിക്കും കാരണമായി തീരണമെന്നും ദാവീദ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സാധ്യമാക്കിയിട്ടുണ്ട്. ശത്രുക്കളുടെ ആഹാരം അവർക്ക് കെണിയായി തീരണമെന്നും അവരുടെ കണ്ണുകൾ അന്ധമാകണമെന്നും അവർ ജീവനോടെ ദേശത്തു നിന്ന് നീക്കപ്പെടണമെന്നും ദാവീദ് പ്രാർത്ഥിക്കുന്നു. തന്നോട് അതിക്രൂരമായി ഇടപെട്ട മനുഷ്യർക്ക് അതിന് തുല്യമായ ശിക്ഷ ദൈവം നൽകണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പ്രാർത്ഥന ദൈവനീതിക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ദൈവകരുണയുടെ അത്ഭുതകരമായ പ്രകടനമാണ്. ഉദാഹരണത്തിന്, കഷ്ടാനുഭവ സമയത്ത് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്നിവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നീതിയുടെയും ദൈവശിക്ഷയുടെയും പ്രാർത്ഥനയേക്കാൾ ദൈവകരുണയുടെ പ്രാർത്ഥനയാണ് ഉത്തമം. ദൈവം പ്രാർത്ഥന കേൾക്കും എന്ന ധൈര്യമാണ് ദാവീദ് പ്രസ്തുത സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് പ്രകടിപ്പിക്കുന്നത്. ദൈവം തന്റെ രക്ഷയായി തീരുമെന്ന ഉറപ്പ് സങ്കീർത്തനക്കാരനുണ്ട്. അതിനാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദ് തീരുമാനിക്കുകയാണ്. കഷ്ടതയുടെ നടുവിൽ ഉയരുന്ന സ്തുതി വിലയേറിയ യാഗങ്ങൾ അർപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ്. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരം. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും മരണവും ദുഃഖമായി അവസാനിക്കുന്ന ഒരു കഥയല്ല. ആ കഷ്ടത നമ്മുടെ വീണ്ടെടുപ്പിന് അനിവാര്യമായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവിനെയും നമുക്ക് വീണ്ടും സ്തുതിക്കാം. കർത്താവിന്റെ പാപപരിഹാര ബലിയെ നമ്മുടെ പാപങ്ങൾക്ക് നിത്യമായ പരിഹാരം നടത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ രക്ഷയ്ക്കായി കർത്താവിൽ ആശ്രയിക്കാം. ആത്യന്തിക വിജയവുമായി നമ്മുടെ കർത്താവ് വരുവാൻ നാം ഇനിയും കാത്തിരിക്കണം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.